ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലും കപ്പയാട്ടോ. എല്ലും കപ്പയും കൂടെ പുഴുങ്ങാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഇറച്ചിയെല്ലാം കഴുകി വാരി വെച്ചേക്കുവാണ്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് മസാലപ്പൊടിയാണ്, ഗരം മസാല. പിന്നീട് മുളക് പൊടിയാട്ടോ ചേർത്തത്. എല്ലാവരും ഇതിനകത്ത് അവനവൻ്റെ ഫ്ലേവർ അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ ഇത്ര കണക്കെന്നൊന്നും പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ ആ ഇറച്ചിയുടെ 1.5 കിലോ ഇറച്ചിയാണ് നമ്മൾ എടുത്തത്, അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ചീരകവും ഉപ്പും കൂടിയാണ് പിന്നെ മിക്സ് ചെയ്ത് നമ്മൾ ഇറച്ചി എല്ലാം കൂടെ സെറ്റാക്കി വെക്കുക കേട്ടോ. കുറേ കുരുമുളക് പൊടി ഇടാൻ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പിന്നെ കുക്കർ തുറന്നിട്ട് വെന്തില്ല, വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് ആഡ് ചെയ്തു കേട്ടോ. ഞാനത് വിട്ടുപോയതാണ് ചേർക്കാനായിട്ട്. ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നുണ്ട് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ അതിനകത്ത് ചേർത്തിട്ട് കഴുകിയപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ആഡ് ചെയ്യാൻ. ഒരു സ്പൂണും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 10 വിസിലോളം അടിച്ചു കേട്ടോ. വെന്ത് നമുക്ക് സെറ്റായി ഞാൻ ഇറക്കി വെച്ച്. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇഞ്ചി, സബോള, പച്ചമുളക് ഇവയെല്ലാം കൂടെ വഴറ്റണം കേട്ടോ. നല്ലപോലെ വഴറ്റി ഒരു ചുമല കളറാവണം. ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാലും നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി ഒരു 5-8 അല്ലി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മൂത്ത് നല്ല പച്ചമണമൊക്കെ വിട്ട് കഴിയാൻ നേരം നല്ലൊരു വഴണ്ട് വരും കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കണം. എണ്ണ പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോള ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല വീണ്ടും ചേർക്കുക കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടോ അത്. നമ്മൾ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഗ്രേവി തയ്യാറാക്കാൻ നേരത്ത് നല്ലപോലെ പൊടിയുടെ പച്ചമണമൊക്കെ വിടും വരെയും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് തന്നെ തീയുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഫുള്ളിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. കുറച്ചും കൂടെ നമുക്ക് നല്ലത് അതായിരിക്കും. ഫുള്ളിൽ ഇടലേലും നല്ലത് നമുക്കതായിരിക്കും. നമ്മുടെ ഇറച്ചിയൊക്കെ അത് റെഡി ആയിട്ടിരിപ്പുണ്ട്. എല്ലും ഇറച്ചിയൊക്കെ നമുക്ക് സെറ്റായിട്ട് നല്ലപോലെ വെന്തിട്ടോ. നല്ലപോലെ സെറ്റായത് നമുക്ക് ഈ ഗ്രേവിക്കകത്ത് നമ്മൾ ഈ വയറ്റി വെച്ചേക്കുന്ന സബോളയ്ക്കകത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മുഴുവനും ഇട്ട് കൊടുത്ത് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മിക്സാക്കാൻ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ. ഈ സമയം നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടിക്ക് പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. ആ ഗ്രേവിയും ഈ ഇറച്ചിയും കൂടെ കിടന്നൊന്ന് വരടണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ കൈ വിടാണ്ട്. നമ്മുടെ സംഭവം ഇറച്ചിയൊക്കെ സെറ്റായത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. നമുക്ക് കപ്പ വേവിച്ച് ആ സമയം തന്നെ ഞാൻ കപ്പ വേവിച്ചായിരുന്നു. കപ്പ വേവിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോയതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എല്ലായിടത്തോട്ടും ഗ്രേവി എത്തണ രീതിയിൽ ഈ ഇറച്ചിയുടെ എല്ലാ സംഭവങ്ങളും എത്തണ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് അത്ര നല്ല വശമില്ല, ഭയങ്കര പാടാണ്. എന്നാലും ശ്രമിക്കാം. നമ്മുടെ സംഭവമൊക്കെ കൂടെ സെറ്റായി കേട്ടോ. സെറ്റായി വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കുറച്ച് സബോളയൊക്കെ അരിഞ്ഞിട്ട് കാണാൻ തന്നെ നല്ല രസം. ഇത് എൻ്റെ ആങ്ങളെയാട്ടോ ട്രൈ ചെയ്യുന്നത്. സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.